എൻ്റെ മോനെ കിട്ടില്ല പോട്ട്. നല്ല ഭയങ്കര സമാധാനമുള്ള സ്ഥലം. നമുക്ക് ഫുള്ള് മുള, നല്ല തണുപ്പ്, പിന്നെ നമ്മുടെ മെയിനാണ് ബുദ്ധൻ. 1-ാം തീയതി ഏകദേശം എല്ലാവർക്കും സാലറി ഒക്കെ കിട്ടിയ ദിവസമാണ്. സോ സാലറി കിട്ടിയ ഞാൻ ആദ്യം എന്താ ചെയ്യുക വെച്ചാൽ ആദ്യം എനിക്കിഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കും. ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ കൂടുതലും മന്തിയൊക്കെ ആയിരിക്കും. അതിങ്ങനെ മേടിച്ച് കഴിക്കും 1-ാം തീയതി. കാരണം 1-ാം തീയതി കഴിഞ്ഞ് അങ്ങോട്ട് പിന്നെ പൈസ കയ്യിലിരിക്കൽ കണക്ക് തന്നെയാണ്. 2-ാമത്തെ കാര്യം, ഒരു കുഞ്ഞ് ട്രിപ്പ് പോകും ചെക്കന്മാരങ്ങൾ കൂട്ടിയിട്ട്. അപ്പോൾ ട്രിപ്പ് പോകാൻ വേണ്ടി നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ കാറിലാണ് ഞാൻ പോകുന്നത്. കാറിലൊക്കെ ട്രിപ്പ് പോയാൽ നമുക്ക് വൻ ധനനഷ്ടമാണ്. സോ ഏറ്റവും നല്ലത് നമ്മുടെ ഒരു കുഞ്ഞ് സ്കൂട്ടി ഇരിപ്പുണ്ട്. അതിനാകുമ്പോൾ 10-70 മൈലേജ് ഉണ്ട്. അതിൽ പോകാമെന്ന് വെച്ചു കാർ ഓട്ടിട്ടിട്ട് നമുക്ക് സ്കൂട്ടിക്ക് പോകാം. ഇതാണ് നമ്മുടെ എക്കണോമിക് ഫ്രണ്ട്ലി വണ്ടി, ജൂപ്പിറ്ററിൻ്റെ ഒരു CC പറഞ്ഞ സാധനമല്ലേ. ഇതിനെനിക്ക് തോന്നുന്നു 10-70 കിലോമീറ്റർ മൈലേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് ലോങ് റൈഡിന് നടു പോയെങ്കിൽ പൈസയ്ക്ക് ബെറ്റർ ഇത്. ചെറിയ പൈസയ്ക്ക് പോയിട്ട് വരാം. ഇതിപ്പോൾ ഏതാ സ്ഥലം എന്നറിയാം. ഇതിപ്പോൾ തൃശ്ശിലേരിയാണ്. തൃശ്ശിലേരിയിൽ നമ്മുടെ ചങ്ങിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. ഇത് മൊത്തം ഒരു സൊസൈറ്റീൻ്റെ നെൽകൃഷിയാണ് കേട്ടോ. ഇതിൽ കുറേ ഭാഗങ്ങളിൽ കുറച്ച് ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ടാവും. അത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുപോലെ ഇതിനകത്ത് പല ടൈപ്പ് വെറൈറ്റി നെൽവിത്തുകളാണ് വിരിച്ചേക്കുന്നത്. ഒരു സാധനം മാത്രമല്ല, അതിൻ്റെയൊക്കെ പേരൊക്കെ അവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കറുത്ത സാധനം ഡ്രോൺ വ്യൂവിൽ നിങ്ങൾക്ക് അത് ഓരോ രൂപങ്ങളായിട്ട് തോന്നും. ഓരോ രൂപങ്ങളാണ് ചെയ്തേക്കുന്നത്. ഒരു കഥകളി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, കഥകളി. പിന്നെ ആരുടെയൊക്കെയാ? നരേന്ദ്രമോദി ചെയ്തേക്കുന്നത് പുൽപ്പള്ളി. വേറെ എന്തൊക്കെ ചെയ്തിട്ടുള്ളത്? താമര, നിലവിളക്ക്, അങ്ങനെ കുറേ രൂപങ്ങൾ നെൽകൃഷി ചെയ്തിട്ട് ഡ്രോൺ വ്യൂവിൽ നമുക്ക് മനസ്സിലാവും. ഇവിടുന്ന് ഒന്നും മനസ്സിലാവില്ല. കുറേ ഭാഗം പച്ച, കുറേ ഭാഗം ബ്ലാക്ക് സാധനം. എടാ ബ്ലാക്ക് നെല്ലിൻ്റെ പേരെന്താ? രക്തശാലി, അങ്ങനെയാണ് അതിൻ്റെ പേര്. ഇതിപ്പോൾ കുട്ടം പോകുന്ന വഴി ഉള്ള കാടാണ്. നമുക്കിപ്പോൾ ഇനി പോകാൻ ഉള്ളത് കുറച്ച് ഡാമും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാനിപ്പോഴും പ്രിഫർ ചെയ്യുക കാടാണ്. എനിക്കെന്താ അറിയില്ല, ഈ കാട്ടിക്കൂടെയുള്ള പോക്ക് എനിക്ക് വനിഷ്ടമാണ്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോസിൽ കാണാം ഒരു ഉണ്ണിയപ്പക്കടയില്ലേ, പോകുന്ന വഴിയുള്ള തിരുനെല്ലിക്ക് സ്പ്ലിറ്റ് ആവുന്ന വഴിയൊരു ഉണ്ണിയപ്പക്കടയില്ലേ, അവിടെയാണ്. എടാ മൂപ്പര വേറെന്താ? ഗോപാലേട്ടനാണ്, കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കടയില്ലേ, അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ആനിമൽസിനൊക്കെ, അതായത് ആനയോ കാട്ടുപോത്തോ ഒക്കെ കാണാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ വേറെ കാര്യം എന്താ വെച്ചാൽ, സംഭവം പോകുമ്പോൾ ഇതുങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ വണ്ടി എടുത്ത് പോകും. ഒരു തവണ ഞാൻ ഇങ്ങനെ പോയിട്ട് ഞങ്ങളുടെ കാറും കൊണ്ടുപോയ കാറിൻ്റെ മുന്നിൽ ആന അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് നിന്നപ്പോൾ ഉണ്ടല്ലോ, സത്യം പറയാലോ, മുന്നിൽ ഇരിക്കുന്ന ഞങ്ങളുടെ മൂത്രം വരെ പോയി. സംഭവം ആനേനെ കാണാൻ പോകുന്ന വഴി അടിപൊളിയാന്നൊക്കെ വിചാരിച്ചങ്ങ് പോയെങ്കിലും സാധനത്തൊക്കെ നേരിട്ട് വന്നാണ്ടല്ലോ സീൻ വേറെയാണ്. ഇതാ ഇപ്പന്മാരൊക്കെയാണുള്ളത്. ഞാൻ ഇതുവരെ ട്രക്കിങ്ങിന് പോയിട്ടില്ല, കാരണം മടിയാണ്, വെറുതെ ഇങ്ങനെ നടക്കണ്ടേ. പക്ഷെ പോകണം നല്ലൊരു സ്ഥലമാണ്. ഇതാ നമ്മുടെ ബ്രഹ്മഗിരി എക്കോ ടൂറിസം സെൻറ്റർ, ഇവിടെയാണ് അതിൻ്റെ ട്രക്കിങ്ങിൻ്റെ എൻട്രൻസ് കേട്ടോ. പോകുന്ന വഴിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ ഞാൻ കാണിച്ചെന്ന് വേറൊന്നുമില്ല. ഇവനിവിടെ ഇവർക്ക് ഏതോ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്ക് ഇവിടെ ഒരു സ്റ്റേ ഉണ്ട്. സ്ഥലത്തിന് വേണ്ട വൈൽഡ് ഗൂസ്ബെറീസ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെന്ന് പോയാൽ. സംഭവം സ്ഥലം അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾ കുട്ടം ഭാഗത്തേക്ക് ഇറങ്ങിയതാണെങ്കിൽ പോകുന്ന വഴിക്ക് ഇവർക്ക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങോട്ട് ഇറങ്ങിയതാണ്. പോയി നോക്കാം. ഇവൻ്റെ കെയർ ഓഫിൽ തന്നെ വേറൊരു പ്രോപ്പർട്ടിയിൽ വന്നതാണ്. എൻ്റെ മോനെ കിട്ടില്ല പോട്ട്. നല്ല ഭയങ്കര സമാധാനമുള്ള സ്ഥലം. നമുക്ക് ഫുള്ള് മുള, നല്ല തണുപ്പ്,
പിന്നെ നമ്മുടെ മെയിൻ ആള് ബുദ്ധൻ. അവിടെ നിന്ന് ഇങ്ങനെ നൈസായിട്ട് വെള്ളം നമ്മളിരിക്കുന്ന സ്ഥലമില്ലേ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വിളിച്ചിറങ്ങുന്നുണ്ട്. ഇതൊരു കിടിലൻ പ്ലാനാണ് കേട്ടോ. ഇതൊരു കിടിലൻ സെറ്റപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും വന്നല്ലേ, കുറച്ച് നേരം സമാധാനമായിട്ട് വിളിക്കാം. കിടിലൻ സ്പോട്ട്. നിങ്ങൾ ഈ റൂട്ടിനൊക്കെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ സ്റ്റേ ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ. നഷ്ടമൊന്നുമില്ല. സമാധാനത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുത്താലും നഷ്ടമൊന്നുമില്ല. ഞാനിപ്പോൾ ഫ്രീ ആയിട്ടാണ് കയറിയത്, കാരണം ഇവന്മാരൊപ്പം വന്നുകൊണ്ട്. സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സംഭവം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം നൈസിൽ വരിക. നമ്മളിരിക്കുന്ന സ്ഥലത്ത് കൂടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ വേണ്ടി ഓരോരോ സ്ഥലങ്ങളുണ്ട്. അതിങ്ങനെ താഴേക്ക് പോകും. കിടിലൻ സ്പോട്ട്. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ സ്പോട്ട്. അങ്ങനെ നമ്മൾ കന്നഡ എത്തി. കുറച്ച് നേരം തെണ്ടി തിരിഞ്ഞിട്ട് വീട്ടിൽ പോകും. അതാ ഹോട്ടൽ മദീന. അങ്ങനെ നമ്മൾ കർണാടക എത്തി. ഒന്നുമില്ല, നമ്മുടെ ബോർഡർ കഴിഞ്ഞ് പിന്നെയുള്ള കർണാടക. കുത്തം കുത്തം. ഓരോ നിപ്പനടിച്ചിട്ട് നമുക്ക് ആലോചിക്കാം. ഓരോ നിപ്പനടിച്ചിട്ട് നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞാൽ ഓടിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കുട്ടം ടൗണിലെത്തി. ഇനി ഇതിലെ കുറച്ച് നേരം അരിയിലേക്ക് കാണുന്നിട്ട് വീട്ടിൽ പോകും. വേറെ ഒന്നുമില്ല. എന്താ ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് വൈൻ ഷോപ്പുകളുണ്ട് കുറേ. എന്താ വൈൻ ഷോപ്പുകൾ ഇഷ്ടംപോലുണ്ട്. പിന്നെ കുറേ പന്നിക്കടയുണ്ട്. അങ്ങനെ ഈ മാസത്തേക്കുള്ള ട്രിപ്പായി. ഞാൻ കുട്ടന്ന് തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. അവന്മാർ രണ്ടുപേരും ആ ബൈക്കിലും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നമ്മുടെ സ്കൂട്ടിയിലും. ഈ ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള പ്രശ്നം എന്നറിയോ, വെറുതെ ഇങ്ങനെ കുറേ ആലോചിച്ച് കിട്ടും. ഭാവി കാര്യങ്ങൾ, പ്രീവിയസ് ചെയ്ത മിസ്റ്റേക്കുകൾ, അത് ചെയ്യണ്ടായിരുന്നു, ഇനിയിപ്പോൾ അടുത്തെന്ത് ചെയ്യും, അങ്ങനെ ഒരു വിഷയമുണ്ട്. എന്തായാലും ഒരു വൈബിലങ്ങ് പോവാം.